ശത്രുക്കളെ വിറപ്പിച്ച് രാജ്യത്തെ രക്ഷിച്ച യുദ്ധവിമാനം MiG-21 പുതുതലമുറയ്ക്ക് വഴിമാറുന്നു. 62 വർഷത്തെ സേവനമാണ് ഈ യുദ്ധവിമാനം അവസാനിപ്പിക്കുന്നത്. ചണ്ഡീഗഡിൽ ചടങ്ങുകളോടെയാണ് വിരമിക്കൽ. ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോകുകയാണ് ആദ്യം. എസ് നന്ദഗോപൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, പറയൂ. രോഹിണി, ഇപ്പോൾ നിലവിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇപ്പോൾ ചണ്ഡീഗഡിൽ എത്തിയിട്ടുണ്ട്. മിഗ് വിമാനങ്ങളുടെ വിരമിക്കൽ ചടങ്ങിന് സാക്ഷിയാകുവാൻ വേണ്ടിയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 62 വർഷമായി ഭാരതത്തിന്റെ വ്യോമ അതിർത്തികൾ കാത്തതിൽ നിർണായക പങ്കുവഹിച്ച സോവിയറ്റ് യൂണിയനിലെ നിക്കോയിൽ ഗുരേവിച്ച് ഡിസൈൻ നിർമ്മിച്ച നിക്കോയിൽ ഗുരേവിച്ച് MiG-21 എന്ന സൂപ്പർസോണിക് ജെറ്റ് വിമാനങ്ങൾ ഇന്ന് സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. 1963 ഇന്ത്യൻ വ്യോമസേനയിൽ ആദ്യമായി MiG-21 വിമാനങ്ങൾ ഉൾപ്പെടുത്തിയത്. കാലക്രമേണ ഇത് 870ഓളം മിഗ് വിമാനങ്ങൾ ഭാരതത്തിന് നേടാൻ സാധിച്ചു. മാത്രമല്ല 1965ലെയും അതേപോലെ തന്നെ 71ലെയും പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ MiG-21 പോർ വിമാനങ്ങൾ പ്രധാന ശക്തിയായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. 99 കാർഗിൽ യുദ്ധത്തിലും അതേപോലെ തന്നെ 1919ലെയും ബലാക്കോട്ട് വ്യോമാക്രമണത്തിലും ഈ MiG-21 വിമാനങ്ങൾ നിർണായക പങ്കുവഹിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ വിരമിക്കൽ. അടുത്തിടെയായി MiG-21 വിമാനങ്ങൾ നിരന്തരം തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് വ്യോമസേന ഇത് ഓപ്പറേഷൻ വിഭാഗത്തിൽ നിന്നും MiG-21 വിമാനങ്ങളെ മാറ്റി. അപ്പോഴും ട്രെയിനിങ് വിഭാഗത്തിൽ MiG-21 ഉൾപ്പെടുത്തി. അങ്ങനെ പരിശീലകരായ നിരന്തരം ഈ പരിശീലക പൈലറ്റുമാർ നിരന്തരം MiG-21 വിമാനങ്ങൾ തകർന്ന് വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വിമാനങ്ങളുടെ ശവപ്പെട്ടി എന്നുള്ള ഒരു പേരും ഒരു ഖ്യാതിയും ഈ MiG-21 വിമാനങ്ങൾ അത്തരമൊരു പേരും MiG-21 വിമാനത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും ഇപ്പോൾ ഈ MiG-21 വിമാനങ്ങളുടെ വിരമിക്കൽ ചടങ്ങിന് ഇപ്പോൾ ചണ്ഡീഗഡിൽ തുടക്കമായിരിക്കുകയാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അതേപോലെ തന്നെ വ്യോമസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെ ഈ ചടങ്ങിന്റെ ഭാഗമാകുവാൻ വേണ്ടി ഇപ്പോൾ ചണ്ഡീഗഡിൽ എത്തിയിട്ടുണ്ട്. വാട്ടർ സല്യൂട്ട് അടക്കമുള്ള പ്രക്രിയകൾ കഴിഞ്ഞ ശേഷമാണ് ഈ വിരമിക്കൽ ചടങ്ങ് നടക്കുക. അതെ, എന്തായാലും 60 വർഷത്തിനു മേൽ പാരമ്പര്യം MiG-21 അതോടൊപ്പം തന്നെ 1963 രാജ്യത്ത് ആദ്യമായി എത്തിച്ചേരുന്നു. തുടർന്ന് അങ്ങോട്ട് ഭാരതത്തിന്റെ പല വിജയങ്ങൾക്കും സാക്ഷിയാകുന്നു. അത് എടുത്തു പറയേണ്ടത് 1971 ഇൻഡോ പാക് വാറിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ വീരോചിതമായ ഒരു വിരമിക്കൽ ചടങ്ങ് തന്നെയല്ലേ MiG-21 ഇന്ന് നൽകുന്നത്. യും 71ലെയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഭാരതത്തിന് വിജയം കൈവരിക്കുവാൻ വേണ്ടി ഏറെ നിർണായക പങ്ക് വഹിച്ച വിമാനങ്ങളിൽ ഒന്നാണ് MiG-21 എന്നുള്ളത്. MiG-21 എക്കാലവും ഭാരതത്തിന്റെ അഭിമാനമായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ ആകാശ വീഥികളിൽ ആകാശ സുരക്ഷ ഒരുക്കുവാൻ വേണ്ടി MiG-21 അത് അർപ്പിതമായ കർമ്മമാണ് നിർവഹിച്ചിട്ടുള്ളത്. MiG-21 അവസാന യാത്രയാണ് എന്നുള്ളത്. ഇന്ന് MiG-21 അവസാനമായി ചണ്ഡീഗഡിൽ നിന്നും പറന്നുയർന്ന് അത് ഇതിന്റെ വിരമിക്കൽ ചടങ്ങ് പൂർത്തിയാക്കുന്നു. 870ലധികം MiG വിമാനങ്ങളായിരുന്നു ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സ്വന്തമായുള്ളത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഏറ്റവും ഒടുവിലായി ഒരു MiG-21 വിമാനങ്ങൾ ഉപയോഗിച്ചത് 1919 19ൽ ഭാരതം ബാലക്കോട്ടിൽ കടന്നു കയറി ആക്രമിച്ചത് ഈ MiG-21 വിമാനങ്ങളുടെ പോർക്കരുത്തിലായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഭാരതത്തിന് ഈ ഐതിഹാസികമായിട്ടുള്ള ഈ ഒരു എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു പോർ വിമാനം സൂപ്പർസോണിക് വിമാനം അതൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പേർ ഈ MiG-21 വിമാനങ്ങൾ പറത്തിയിരുന്ന നിരവധി പൈലറ്റുമാർ ഇതിനോടകം തന്നെ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയിട്ടുണ്ട്. അതിലൊക്കെ തന്നെ അവർ വ്യക്തമാക്കുന്നത് ഇത്രയധികം റെസ്പോണ്ട് ഉള്ള അല്ലെങ്കിൽ ഇത്രയധികം പറത്താൻ വളരെ സുഖകരമായിട്ടുള്ള ഒരു പോർ വിമാനം മറ്റൊന്നില്ല എന്നുള്ളതായിരുന്നു ഈ പൈലറ്റുമാരടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നത്. സീറ്റ് ബെൽറ്റ് ധരിച്ച് വിമാനത്തിൽ കയറി സീറ്റ് ബെൽറ്റ് ധരിച്ചാൽ പിന്നെ നമ്മുടെ ശരീരത്തിന്റെ തന്നെ ഒരു ഭാഗമായി MiG-21 വിമാനങ്ങൾ മാറുന്നു എന്നുള്ളതാണ് പൈലറ്റുമാർ ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല ജോയ്സ്റ്റിക്കിൽ തൊടുന്ന ഓരോ ചെറിയ ചലനങ്ങൾക്കും എയർക്രാഫ്റ്റ് വലിയ റെസ്പോണ്ടുകളായിരുന്നു നൽകിയിരുന്നത്. അങ്ങനെ പൈലറ്റുമാർക്കാണേലും അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ വിദഗ്ധർക്കാണേലും ഒക്കെ തന്നെ ഇത് കൈകാര്യം ചെയ്യുവാൻ വളരെ എളുപ്പമായിരുന്നു എന്നുള്ളതാണ് ഏറെ നിർണായകം. അതുകൊണ്ട് തന്നെയാണ് 870 വിമാനങ്ങൾ
ഭാരതം സ്വന്തമായി ഈ വിമാനങ്ങൾ സ്വന്തമായി ഭാരതം കരസ്ഥമാക്കിയത് എന്നുള്ളതാണ് ശ്രദ്ധേയം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 65-ലെയും 71-ലെയും യുദ്ധങ്ങളിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച വിമാനമാണ് ഇന്നിപ്പോൾ വിടവാങ്ങുന്നത്. ഭാരതത്തിന്റെ വ്യോമ അതിർത്തികൾ സംരക്ഷിക്കുവാൻ വളരെ നിർണായകമായ പങ്കുവഹിച്ചിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതെ, തീർച്ചയായും നന്ദൻ. അതോടൊപ്പം ഇപ്പോൾ ഈ വിരമിക്കൽ ചടങ്ങിൽ ആരൊക്കെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്? പ്രതിരോധ മന്ത്രി എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു വീരോചിതമായ വിരമിക്കൽ ചടങ്ങിന് തന്നെയാണ് സാക്ഷ്യം വഹിക്കുന്നത് എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇതിനോടകം തന്നെ ഈ ചണ്ഡീഗഡിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൂടാതെ വ്യോമയാന തലവരും അതേപോലെ തന്നെ സഹതലവന്മാരും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ ചണ്ഡീഗഡ് എയർഫോഴ്സിന്റെ DGMO ഇതുമായി ബന്ധപ്പെട്ട ഈ ചണ്ഡീഗഡിൽ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ എയർഫോഴ്സിന്റെ DGMO ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷനും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ വിരമിക്കൽ ചടങ്ങുമായി ഇതിന്റെ ഭാഗമാകുവാൻ വേണ്ടി ചണ്ഡീഗഡിലെ വ്യോമയാന താവളത്തിൽ എത്തിയിട്ടുണ്ട്. വളരെ രാജകീയമായ ഒരു യാത്രയപ്പാണ് MiG-21 വിമാനങ്ങൾക്ക് നൽകാൻ പോകുന്നത്. കാര്യം അത്രമാത്രം സേവനമാണ് രാജ്യത്തിന് MiG-21 വിമാനങ്ങൾ നൽകിയിട്ടുള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. 63-ൽ ഇന്ത്യൻ വ്യോമസേനയിൽ ആദ്യമായി എത്തിയ MiG-21 വിമാനങ്ങൾ 2 വർഷത്തിന് ശേഷം 65-ൽ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു എന്നുള്ളത് നിർണായകമാണ്. അതിനുശേഷം 71-ൽ വീണ്ടും പാകിസ്ഥാനുമായി നടന്ന യുദ്ധത്തിൽ MiG-21 വിമാനങ്ങൾ ഭാരതത്തിന് വിജയക്കൊടി നാട്ടുവാൻ വേണ്ടി നിർണായക പങ്കുവഹിച്ചിരുന്നു. 99-ലെ കാർഗിൽ യുദ്ധത്തിലും വളരെ നിർണായകമായ പങ്കുവഹിച്ചാണ് അവിടെ MiG-21 വിമാനങ്ങൾ ഭാരതത്തിന്റെ വ്യോമസേനയുടെ യശസ് പിന്നെയും ഉയർത്തിയത് എന്നുള്ളതും ഇവിടെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഇതിനൊപ്പം തന്നെ ബലാക്കോട്ടിൽ ഭാരതം കടന്നുകയറി ആക്രമിക്കുവാൻ പദ്ധതി തയ്യാറാക്കിയപ്പോഴും മറ്റൊരു പോർ വിമാനത്തിന്റെ പേരും ഭാരതത്തിന്റെ വ്യോമസേന അല്ലെങ്കിൽ വ്യോമസേന അതിനുവേണ്ടി ചൂസ് ചെയ്തില്ല, തിരഞ്ഞെടുത്തില്ല. പകരം MiG-21 വിമാനങ്ങളെയാണ് അവിടെയും പാകിസ്ഥാനിൽ ഒളിപ്പോര് നടത്തുവാൻ വേണ്ടി, സർജിക്കൽ സ്ട്രൈക്ക് നടത്തുവാൻ വേണ്ടി ഭാരതം തിരഞ്ഞെടുത്തത് എന്നുള്ളതും MiG-21 വിമാനങ്ങളുടെ പ്രശസ്തി അല്ലെങ്കിൽ കീർത്തി എത്രമാത്രമാണ് എന്നുള്ളതിൻ്റെ ഉദാഹരണം മാത്രമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ ഓപ്പറേഷനുകളിലും വളരെ തന്ത്രപ്രധാനമായി ഉപയോഗിക്കാൻ MiG-21 വിമാനങ്ങൾ സാധിച്ചു എന്നുള്ളത് ഭാരതത്തിന് ഏറെ അഭിമാനം നൽകുന്നു. MiG-21 വിമാനങ്ങളുടെ രൂപകൽപ്പന അതിന് വളരെ ഏറെ നിർണായകമായി എന്നുള്ളതാണ്. ഭാരതം മാത്രമല്ല, ഒട്ടുമിക്ക ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ MiG-21 വിമാനങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മുൻ സോവിയറ്റ് യൂണിയനിലെ മിഖോയൻ ഗുരേവെഷ് ഡിസൈൻ ബ്യൂറോയാണ് ഈ MiG-21 വിമാനങ്ങൾ ഉണ്ടാക്കിയത്. മിഖോയൻ ഗുരേവെഷ് MiG-21 എന്നുള്ളതാണ് അതിന്റെ പൂർണ്ണമായ. ശരി നന്ദൻ, തത്സമയ ദൃശ്യങ്ങളിൽ